തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. പണം മുടക്കിയ തദ്ദേശ വകുപ്പിനെ വെട്ടി ഉദ്ഘാടന സമയത്ത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൂർണ്ണമായി ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നീക്കം നടത്തിയതോടെ എതിരഭിപ്രായം ഉയർന്നു എന്നാണ് വിവരം. രണ്ട് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനത്തിൽ കണ്ടത് ഓവർ സ്മാർട്ടാകാൻ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ നീക്കം. ഫണ്ട് വകയിരുത്തിയ തദ്ദേശ വകുപ്പും കോർപ്പറേഷനും ചിത്രത്തിൽ ഇല്ലാത്ത വിധമായിരുന്നു റിയാസിന്റെ വൺമാൻ ഷോ. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന് ആകെ കണക്കാക്കിയത് 200 കോടി. ഇതിൽ 80 കോടി രൂപ നൽകിയത് മന്ത്രി എം ബി രാജേഷിന്റെ തദ്ദേശ വകുപ്പ്. റിയാസിന്റെ വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ പങ്ക് സ്മാർട്ട് റോഡിന്റെ നിർമ്മാണ മേൽനോട്ടം മാത്രം. എന്നാൽ നഗരം മുഴുവൻ നിറഞ്ഞു നിന്നത് 1 രൂപ പോലും ചെലവഴിക്കാത്ത മന്ത്രി റിയാസിന്റെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫ്ലെക്സുകൾ. ഇതിലെ വിയോജിപ്പ് മന്ത്രി എം ബി രാജേഷ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിച്ചതോടെയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പിണറായി വിജയൻ വിട്ടുനിന്നതെന്നാണ് വിവരം. തലസ്ഥാനത്തെ എല്ലാ MLA-മാരും പങ്കെടുത്ത പരിപാടിയിൽ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ മന്ത്രി റിയാസിനോട് കൊമ്പുകോർത്ത കടകംപള്ളിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷന്റേതുമാണ് ഭൂരിപക്ഷം ഫണ്ടും. ക്രെഡിറ്റ് തർക്കം വാർത്തയായതോടെ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തി. ആരോഗ്യ കാരണങ്ങളാലാണ് സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. എന്നാൽ ഉദ്ഘാടന ദിവസം ഉച്ചവരെയും പിറ്റേന്ന് രാവിലെയും നടന്ന പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. മന്ത്രി റിയാസ് നടത്തുന്ന അമിതാധികാര ഇടപെടലുകളിൽ മറ്റ് ചില മന്ത്രിമാർക്കും പാർട്ടിക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.